നമസ്കാരം, സ്വാഗതം. ഫസ്റ്റ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി. ഉത്തർപ്രദേശ് സർക്കാർ തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിൽ അടച്ച മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ മോചന വിഷയത്തിൽ വീണ്ടും കൈമലർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാപ്പന് വേണ്ടി ഇടപെടാൻ സർക്കാരിന് നിരവധി പരിമിതികളുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. നിയമ നടപടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ബന്ധപ്പെട്ടവർ എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ ഭാര്യ റെയ്ഹാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് ധർണ നടത്തി. കാപ്പന്റെ മോചനത്തിനായി ഇടപെടാനാവില്ല എന്ന് ആവർത്തിക്കുന്ന സർക്കാരിന്റെ നിലപാടിൽ എത്രയുണ്ട് ആത്മാർത്ഥത? ഇന്ത്യക്ക് പുറത്തുവച്ച് കേസിൽ കുടുങ്ങിയ മലയാളിക്ക് വേണ്ടി അടക്കം ഇടപെട്ട പിണറായി വിജയൻ ഇപ്പറയുന്നതിൽ എത്രയുണ്ട് യുക്തി? ഉത്തർപ്രദേശിലെ യോഗിക്കൊപ്പം നമ്മുടെ സർക്കാരും സിദ്ദിഖ് കാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകനെ തീവ്രവാദിയാക്കുകയാണ്. ഫസ്റ്റ് ഡിബേറ്റ് തുടങ്ങുന്നു. 5 ചോദ്യങ്ങളുമായി. സിദ്ദിഖ് കാപ്പനെ സംസ്ഥാന സർക്കാർ കൈവിടുന്നത് എന്തുകൊണ്ട്? കാപ്പന് വേണ്ടി സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? ഇതര സംസ്ഥാനത്തെ കേസായതിനാൽ ഇടപെടാനാവില്ല എന്ന് ന്യായം പറയുന്ന സർക്കാരിന് സത്യത്തിൽ ഇരട്ടത്താപ്പാണോ? ഉത്തർപ്രദേശ് പോലീസിനെ പോലെ സംസ്ഥാന സർക്കാരും കാപ്പനെ ഒരു ഭീകരവാദിയാക്കുകയാണോ? മാധ്യമ സ്വാതന്ത്ര്യം ചവറ്റുകൊട്ടയിലാക്കുന്ന നടപടികൾക്ക് സകലരുടെയും പിന്തുണ കിട്ടുന്നുണ്ടോ? നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ റെജി ലൂക്കോസ്, CPIM സഹയാത്രികൻ. CPIM അവരുടെ TV പാനലിൽ ആരെയും ഈ ചർച്ചയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ, നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ നൌഷാദ് അലി, KPCC സെക്രട്ടറി. റെയ്ഹാനത്ത്, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ റെനി ആയിലിൻ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പ്രതിനിധിയും ഈ ചർച്ചയുടെ ഭാഗമാണ്. ആദ്യം ശ്രീ റെയ്ഹാനത്ത്, ഈ ചർച്ചയിൽ ഈ സർക്കാരുമായി പലതരത്തിൽ നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ചുവല്ലോ. സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? അന്യായമായി അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇടപെടാൻ കഴിയില്ല എന്നാണോ, അതോ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു നിലപാടുമേ ഇല്ലേ? അത് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഈ ചോദ്യം MLA ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിലൊന്നും ചെയ്യാൻ പരിമിതികളുണ്ട്, വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണ് ആ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്താണ് മുഖ്യമന്ത്രിക്ക് അതിനോട് മറുപടി പറയാനും അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതും എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്താണെന്നുള്ളത്. ഞാനിന്ന് തിരുവനന്തപുരം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും എൻ്റെ നിവേദനം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് എൻ്റെ കാര്യങ്ങളും എൻ്റെ സങ്കടങ്ങളും പറയാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഉറപ്പായിട്ടും കാണുമെന്നാണ് വിചാരിച്ചിരുന്നത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ സങ്കടം മുഖ്യമന്ത്രി കേൾക്കുന്നു, മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെടുന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ മുഖ്യമന്ത്രി കാണാൻ സമ്മതിച്ചിട്ടില്ല. എനിക്ക് കാണാനോ ആ നിവേദനം ഒന്ന് കയ്യിൽ കൊടുക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും കാണുന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് വന്നിരുന്നത്. പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്കും അറിയില്ല. അത് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി തേടിയിരുന്നോ? അത് കിട്ടാത്തതാണോ? കിട്ടാത്തതാണെങ്കിൽ എന്താണ് അതിന് അദ്ദേഹത്തിന്റെ ഓഫീസ് പറയുന്ന മറുപടി? അത് അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതായത് ഇതിന്റെ ഈ മോചനത്തിന് വേണ്ടി ഐക്യദാർഢ്യ സമിതി കാണാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ കാണാൻ സംഭവിച്ചിട്ടില്ല. പിന്നെ യൂണിയന്റെ ആളുകളും കാണാനുള്ളത് നോക്കിയിരുന്നു. പക്ഷെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, സർക്കാരിന് ഈ കാര്യത്തിലുള്ള നിലപാട്, അതായത് സിദ്ദിഖ് കാപ്പൻ ജയിലിലായതിൽ സർക്കാരിനൊരു അനുഭാവമുണ്ട് നിങ്ങളുടെ നിലപാടിനോടെന്ന് തോന്നിയിട്ടുണ്ടോ? സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതികത്വമുണ്ട് റെയ്ഹാനത്ത്. കാരണം വേറെ ഒരു സംസ്ഥാനത്തെ വേറൊരു പോലീസ് എടുത്ത കേസാണ്. ഗവൺമെന്റിന് അതിനകത്ത് ഒരു കത്തയക്കാനൊക്കെ കഴിയൂ. അതിനപ്പുറത്തേക്ക് സർക്കാരിന് പരിമിതി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നിങ്ങളോടൊരു അനുഭാവവുമില്ല എന്ന പ്രശ്നം കൂടിയുണ്ടോ? അതല്ല, ഇതിനു മുന്നേ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തില് അത് ഇന്ത്യയുടെ പുറത്തുള്ള ഒരു കാര്യമാണല്ലോ. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെങ്കിലും എഴുതാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ഞാൻ വിനയപുരസ്സരാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്? അല്ല, എന്താണ് ബുദ്ധിമുട്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളോട് ഒരു അനുഭാവം കാണിക്കാത്തത് ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ശരിയായ കാര്യമായിരിക്കും ചെയ്തത് എന്ന്
ഈ സർക്കാർ വിചാരിക്കുന്നുണ്ട് എന്നാണോ? അതായത് നമ്മുടെ സർക്കാരും വിചാരിക്കുന്നത് സിദ്ദിഖ് കാപ്പൻ കുഴപ്പക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാണോ? നിങ്ങളുടെ സംശയം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അതായത് ഈ പറയുന്ന എല്ലാ ആളുകൾക്കും അറിയാം സിദ്ദിഖ് കാപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, റെജി ലൂക്കോസ്, നോക്കൂ, ഇതിനകത്ത് അവർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി വിദേശത്ത് പോയി ഒരു സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലായപ്പോ അദ്ദേഹം അതിനകത്ത് ഇടപെടലിനായി ഒരു കത്തയച്ചു. അങ്ങനെ ഒരു കത്തയച്ചത് കൊണ്ട് അദ്ദേഹം മോചിപ്പിക്കപ്പെടുകയോ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷെ കത്തയക്കുക എന്നത് അദ്ദേഹം ആ വിഷയത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മോചിതനാകണമെന്ന് ആഗ്രഹിക്കുന്നു, തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ കൂടെയാണ് എന്ന സന്ദേശം നൽകലാണ് ആ കത്ത്. അല്ലാതെ ആ കത്ത് കൊണ്ട് വേറെ സാങ്കേതികമായ പ്രയോജനമൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതര സംസ്ഥാനത്തെ കേസാണ്, കത്തയച്ചത് കൊണ്ട് സത്യത്തിൽ പ്രയോജനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കത്ത് വേണമെങ്കിൽ അയക്കാം. ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗരാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പറയാം. അതുപോലും ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും സിറജി? നിഷാദ്, രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി. ഒന്ന്, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതുകൂടാണ്ട് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ നിഷാദ് പറഞ്ഞ കാര്യങ്ങൾക്കും എന്നോട് ചോദിച്ച കാര്യങ്ങൾക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പഴിചാരുന്ന എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി, അവരുടെ ശ്രദ്ധയ്ക്ക് പറയാം, വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് ആ കേസിൽ അവിടെ കുടുങ്ങിയത്. അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, UAE പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് മുഖ്യമന്ത്രി വിദേശകാര്യ വകുപ്പിന് കത്ത് കൊടുത്തു. ഏതൊരു മലയാളിയും വിദേശത്ത് പോയി അവിടെ എന്തെങ്കിലും വിഷയത്തിൽ പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ സംഘടനകളോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിദേശകാര്യ വകുപ്പിന് കത്ത് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ആ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, രണ്ട് മലയാളികൾ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ്. അതിൽ ഉചിതമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് വിദേശകാര്യ വകുപ്പ് ഇടപെടണമെന്ന് മാത്രമേ മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടുള്ളൂ. ആ കത്ത് അന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ല, റെജി, ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. റെജി, ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ സർക്കാർ എടുത്ത ഒരു കേസ്, അവിടുത്തെ ഒരു നിയമപ്രശ്നം, അതിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയ കാര്യമുണ്ടോ? ഇവിടെ നിന്നൊരു കത്തയച്ചാൽ അവിടുത്തെ സർക്കാർ അയയുമോ? പിണറായി വിജയന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു കത്ത് കൊടുത്താൽ അയയുമോ? അമേരിക്ക ഇടപെട്ടിട്ട് സൗദി അറേബ്യ കേസുകളിൽ ഇളവ് കാണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുന്ന് ഒരു അറബ് രാജ്യത്ത് അവരുടെ നിയമപ്രകാരം അവരെടുക്കുന്ന കേസിൽ നമ്മളൊരു കത്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്നറിയാവുന്ന ആളാണല്ലോ പിണറായി വിജയൻ. എന്നിട്ടും അദ്ദേഹം കത്ത് കൊടുത്തു. ഇവിടെ അദ്ദേഹം പറയുന്നത് കത്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്നാണ്, അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന്. ഈ ചോദ്യത്തിന് എനിക്ക് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. അതായത് ഈ രാജ്യത്തെ ഒരു പൗരന് ഏതൊരു വിദേശ രാജ്യത്തും ഏതൊരു കേസിൽ അകപ്പെട്ടാലും ഈ രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് അതിൽ ഇടപെടുകയും അവരെ സംരക്ഷിക്കാനോ രക്ഷപ്പെടുത്താനോ, അവർ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ അവർക്ക് ഇളവ് തരാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനോട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഒരു രാജ്യം നടത്തും. അതിനകത്ത് യാതൊരു അതിശയവുമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡിപ്ലോമസിയിലും നമ്മുടെ വിദേശകാര്യ വകുപ്പിന് എന്താ പ്രാധാന്യം ഇരിക്കുന്നത്? അപ്പൊ നിഷാദെ, ആ ചോദ്യത്തിനുള്ള മറുപടി വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട സിദ്ദിഖിന്റെ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങളിന്ന് മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല, അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടൊരു ഒരു പരാമർശം നടത്തിയത് തെറ്റാണ്, നിർഭാഗ്യമാണ്. കാരണം മുഖ്യമന്ത്രി നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഇന്ന് മുൻകൂട്ടി നേരത്തെ കാലേക്കൂട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നൽകുന്ന അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകളോ മാത്രമേ ഉള്ളൂ, കൂടിക്കാഴ്ചകൾ മാത്രമേ അത് അനുവദിക്കാറുള്ളൂ. ഒന്ന്. രണ്ടാമത്, കോവിഡുമായിട്ട് അനുബന്ധമായിട്ട് സെക്രട്ടേറിയറ്റിൽ പോലും പല മന്ത്രിമാരും പോകാറില്ല, മുഖ്യമന്ത്രി പോകാറില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നുകൊണ്ടാണ്. ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ തന്നെ, അത് ഈ സംസ്ഥാനം മാത്രമൊന്നുമല്ല. കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇപ്പോൾ ഗസ്റ്റുകളെ കാണുന്നത്. പലരെയും കാണുന്നത് നമ്മൾ ഈ കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം വീഡിയോ കോൺഫറൻസിലൂടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നത്. അപ്പൊ അതല്ലാണ്ട് നേരിട്ട് കാണുന്നത് വളരെ അത്യപൂർവ. നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും ഫയൽ കൊണ്ട് പോയാൽ പോലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആണ് മുഖ്യമന്ത്രി കാണുന്നത്. കേരളത്തിന്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയെ കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ബാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞതനുസരിച്ചുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിങ്ങൾ തേടിയോ? നിങ്ങളുടെ സംസാരത്തിൽ തന്നെ അവരുടെ ഓഫീസ് എന്താ പറയണമെന്ന് എനിക്ക് അറിയാൻ മേലെന്ന് പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രി നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പഴിക്കുന്നതിൽ ഞാൻ സിമ്പിളായ ഒരു ചോദ്യമേ ഇതിനകത്തുള്ളൂ. റെജി, ഇതിനകത്ത് ഇപ്പൊ ആ കുടുംബം സർക്കാർ ഈ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനൊപ്പം നിൽക്കുന്ന ആക്ഷൻ കൌൺസിലും അങ്ങനെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി, വാർത്താ ശേഖരണത്തിന്റെ ഭാഗമായി പോയ അദ്ദേഹത്തെ കലാപശ്രമത്തിൽ കുടുക്കി എന്നതാണ് നമ്മൾ കാണുന്ന ഒന്ന്. അവിടുത്തെ കലാപശ്രമത്തിന്
ഏതൊക്കെ പ്രധാന നേതാക്കൾക്കെതിരെ അടക്കം UP പോലീസ് കേസെടുത്തു നമുക്കറിയാമല്ലോ. അപ്പൊ എല്ലാവരോടും ആ സമീപനമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി സിദ്ദിഖ് കാപ്പൻ കുടുങ്ങി അദ്ദേഹത്തിനെതിരെ UAPA വന്നു. അതിനകത്തൊരു കത്തയക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുമ്പോ കത്തയക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അവർക്കും അറിയാം അതിനകത്തെ പ്രശ്നങ്ങൾ. എന്താണ് അയക്കാത്തത്? പോട്ടെ, ഈ സിദ്ദിഖ് കാപ്പൻ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടി എന്ന് പറയാത്തത്, സിദ്ദിഖ് കാപ്പന് നീതി കിട്ടേണ്ടതുണ്ട് എന്നൊരു വാചകം പറയാത്തത്, മുഖ്യമന്ത്രി, CPIM, DYFI, SFI ആരെങ്കിലും അതെന്താണ് പറയാത്തത്? ആ വിഷയത്തെ അവഗണിക്കുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? അല്ല, ഞാനത് പറയാൻ പൂർത്തീകരിക്കാൻ ഒരു സമയം തരണം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സിദ്ദിഖ് കാപ്പനോടുള്ള അനുകമ്പ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, കേരളത്തിലെ പൗരാവകാശ പ്രവർത്തകർക്കും കേരളത്തിലെ CPM പ്രവർത്തകർക്കും CPM പാർട്ടിക്കും എല്ലാവർക്കും സിദ്ദിഖ് കാപ്പന്റെ അറസ്റ്റിൽ അമർഷമുണ്ട്. അതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് നമുക്കറിയാം. പിന്നെ അത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനേക്കാൾ മുമ്പ് ഒക്ടോബർ 10-ാം തീയതി ഒരു തമിഴ്നാട്ടുകാരനായ ജസ്യൂട്ട് സഭാംഗമായ ഒരു കത്തോലിക്ക പ്രീസ്റ്റ് 83 വയസ്സുകാരനെ സ്റ്റാൻ സ്വാമിയെ അദ്ദേഹത്തിനെ ജാർഖണ്ഡിൽ നിന്നും അകാരണമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ നക്സലൈറ്റ് ചെറുപ്പക്കാരെ അകാരണമായി ജയിലിലടയ്ക്കുന്നതിനെതിരെ പ്രതികരിച്ചെന്നുള്ള ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ. ഈ നിമിഷം വരെ അദ്ദേഹത്തെ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ന്യൂനപക്ഷ ലംഘനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പരമ്പര രാജ്യത്ത് നടക്കുന്നുണ്ട്. ലോകത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന രാജ്യങ്ങളിലെ 10-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഈ രാജ്യം. ഇതൊക്കെ വളരെ വ്യക്തമാണ്. അതിനകത്ത് CPM എന്താണ് നിലപാട് പറയാത്തതെന്നാണ്. CPM എന്താണ് റെജി നിലപാട് പറയാത്തത്? റെജി, ഞാൻ ചോദിക്കുന്നത് CPM നിലപാട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന്. CPM ഒരു നിലപാടും പറഞ്ഞിട്ടില്ല, DYFI ഒരു നിലപാട് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, വിജയരാഘവൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോയ മലയാളിയായ ഒരു ജേർണലിസ്റ്റ് വാർത്താ ശേഖരണത്തിന്റെ ഭാഗമായി പോയപ്പോൾ അദ്ദേഹത്തെ കലാപശ്രമത്തിന് വിളിച്ച് അകത്തിട്ടു എന്ന ഗുരുതരമായ സംഗതിയാണ്. അതെന്താണ് പറയാത്തത്? കുഴപ്പം പിടിച്ച സമീപനമാണ് UP സർക്കാരെ എന്ന്. അല്ല നിഷാദ്, UP സർക്കാർ അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമപ്രവർത്തകർ സിദ്ദിഖ്, അതായത് അസ്രത്ത് സംഭവം ബന്ധപ്പെട്ടത് വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ UP സർക്കാർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് മേൽ കൊടുത്തിരിക്കുന്ന UAPA ചാർത്തിലുള്ള ചാർജ് ഷീറ്റുകളെല്ലാം വളരെ വളരെ ഗുരുതരമാണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു അന്യസംസ്ഥാനത്തെ ഒരു പോലീസ് രാജ്യത്തിന് പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെഡറൽ സ്വാമിയെ കുറിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞ അവസാനിപ്പിച്ചതേ ഉള്ളൂ. റെജി, സ്റ്റാൻ സ്വാമിയെ കുറിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞ അവസാനിപ്പിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് സ്റ്റാൻ സ്വാമിയെ, ആണല്ലോ. അത് കുഴപ്പമാണെന്ന് താങ്കൾ പറഞ്ഞു. സ്റ്റാൻ സ്വാമിക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടു. സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ടിനകത്തും ചാർജുകളുണ്ട്. ഈ കേസിൽ മാത്രം ചാർജ് ഗുരുതരമാണെന്ന് വെച്ച് മിണ്ടാതിരിക്കുക. സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ കപ്പാസിറ്റിയിൽ പുറത്തിറക്കുക. ആ വൈരുദ്ധ്യം എങ്ങനെ സംഭവിക്കുന്നതാണ്? എന്തിനാണ് ആ ഇരട്ടത്താപ്പ്? അല്ല, അതിനകത്ത് വൈരുദ്ധ്യമില്ല. അതാണ് പറയുന്നത്. ഈ തെറ്റായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ സിദ്ദിഖ് കാപ്പനോടുള്ള അനുഗമനം നിലനിർത്തിക്കൊണ്ടുതന്നെ ഞാൻ പറയാം, സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നുള്ള കൃത്യമായ രീതിയിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ജാർഖണ്ഡ് പോലീസ് NIA പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജാർഖണ്ഡിലെ നക്സൽബാരികളായിട്ടുള്ള ചെറുപ്പക്കാരെ അകാരണമായിട്ട് പീഡിപ്പിക്കുന്നതിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതും ഈ പറയുന്ന സിദ്ദിഖ് കാപ്പനെതിരെ ചുമത്തിയിരിക്കുന്ന UAPA തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിനും ആ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അതിനോട് പ്രതികരിക്കുന്നതിന് പരിമിതികളുള്ളത്. അതിനെ നിങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത് വളരെ വിരോധാഭാസമാണ്. UAPA നിയമം തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ച പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് UAPA വിഷയത്തിൽ മിണ്ടാൻ പ്രയാസമുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞില്ല. UAPA മാത്രമല്ലല്ലോ, UAPA ചേർത്താനുള്ള കാരണങ്ങളെ കുറിച്ച് ഇന്ന് തന്നെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് ബില്ലിന്റെ വാദത്തോട് അനുബന്ധിച്ച് CPM പറഞ്ഞുകൂടെ? ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ നൌഷാദ് അലി എന്നോടൊപ്പം. നൌഷാദ് അലി, UAPA ഇവിടെ ചുമത്തുന്ന, അതിന്റെ പേരിൽ ആളുകളെ പിടിച്ചകത്തിടുന്ന, അത് ന്യായമാണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ വേറൊരു സംസ്ഥാനത്ത് ചുമത്തിയ UAPAക്കെതിരെ മിണ്ടുമെന്നൊക്കെ വിചാരിക്കാമോ? നിഷാദ്, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് അജണ്ടകളും അവരുടെ വിധ്വംസക രാഷ്ട്രീയ താൽപര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് അർബൻ നക്സലുകളുടെ കാര്യമായാലും ന്യൂനപക്ഷ ദളിത് വേട്ടയുടെ കാര്യമായാലും സമരങ്ങൾ അടിച്ചൊടുക്കുന്ന കാര്യമായാലും കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായാലും ഇസ്ലാമോഫോബിയ
സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും വളരെ കൃത്യമായിട്ട് പിണറായി വിജയനും ഈ ഗവൺമെന്റും കേന്ദ്രത്തിനെ പദാനുപദം പിന്തുടരുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരിക്കലും സിദ്ദീഖ് കാപ്പന്റെ വിഷയത്തിൽ നമുക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. സ്വാഭാവികമായിട്ടും ഞാനിവിടെ ഇതിന്റെ ഒരു സാമ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇപ്പോ ഈ നമ്മുടെ വാളയാറിലെ ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയവന്മാരെ ഊരിവിട്ട ഡിവൈഎസ്പിക്ക് പ്രൊമോഷൻ കൊടുത്തൊരു സംസ്ഥാനമാണിത്. പാലത്തായിൽ അതുപോലെ തന്നെ ബാലികയെ പീഡിപ്പിച്ച ആൾ RSSകാരനാണ് എന്നുള്ളതുകൊണ്ട് അയാളെ ഊരിവിട്ടൊരു സംസ്ഥാനമാണിത്. ഇതിന്റെയൊക്കെ അതിന്റെ പുറകിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ച് മേധാവിയാക്കി പിണറായി വിജയൻ. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും സംഘപരിവാർ ആധിപത്യമുള്ള സംസ്ഥാനങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദി പോലും അഹമ്മദ് മിയ പട്ടേൽ എന്ന് അലറി വിളിച്ചത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന് 2.5 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അമീർ, കുഞ്ഞാലിക്കുട്ടി, ഹസ്സൻ എന്ന് പരസ്യമായിട്ട് വർഗീയ ധ്രുവീകരണത്തിനുള്ള പാതയൊരുക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പച്ചക്ക് വർഗീയത പറയുന്ന, വർഗീയതയിലൂടെ നിലനിൽപ്പിനുള്ള വഴികളും പോംവഴികളും ആരായുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാത്ത ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ റജി ലൂക്കോസ് ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് സിദ്ദീഖ് കാപ്പനോട് വലിയ അനുതാപമുണ്ട്, സഹതാപമുണ്ട്, മനുഷ്യത്വ വിരുദ്ധമാണ്, CPM അണികളടക്കം അതിൽ ഖിന്നരാണ് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം കാര്യത്തിലേക്ക് വരുമ്പോൾ പറയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് വളരെ ഭീകരമായ നിയമങ്ങളും അദ്ദേഹം വളരെ സംശയാസ്പദമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെ പോലെ അല്ല, അതുകൊണ്ട് പരിമിതിയുണ്ട് എന്ന് പറയുന്നു. എല്ലാം ഇവര് തന്നെയാണ് പറയുന്നത്. കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം NDA കൺവീനറാണ്. സിദ്ദീഖ് കാപ്പന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ചില പ്രത്യേക പേര് സൂചിപ്പിക്കുന്ന സ്വത്വമുള്ള ഒരാളാണ്. ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ സിദ്ദീഖ് കാപ്പന്മാരെ ഉണ്ടാക്കേണ്ടതിന്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളാണ് ഈ നരേന്ദ്രമോദിയുടെ ആശയം പിൻപറ്റുന്നവരും പിണറായി വിജയനും ഒക്കെ. അത്തരത്തിലാണ് കേരള രാഷ്ട്രീയം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനിൽ നിന്ന് ഒരു അത്ഭുതവും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെയേ പോവുകയുള്ളൂ. ശരി, ഞാൻ പറയാം. ശ്രീ റെന്നി ആയിലിൻ, ഇപ്പോ ഇതിനകത്ത് സിദ്ദീഖ് കാപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്വത്വത്തെക്കുറിച്ച് നേരത്തെ ശ്രീ നൌഷാദിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നേരത്തെ നമുക്കറിയാമല്ലോ അലന്റെ കേസ്, താഹയുടെ കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വത്വമുള്ള ആളുകൾക്കെതിരെയൊക്കെ വലിയ കേസും വന്നാൽ UAPA ചുമത്തിയാൽ അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അതിന്റെ പ്രശ്നമാണോ ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്ന സർക്കാർ തീരുമാനവും? നിഷാദ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ? യെസ്. ഓക്കെ. നിഷാദ്, താങ്കളുടെ ചോദ്യത്തിന് മുമ്പ് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ റെജി ലൂക്കോസിനോട് 1-2 കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് അദ്ദേഹം വളരെ യാതൊരു തരത്തിലും വസ്തുതകൾക്ക് നിരക്കാത്തതായ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വളരെ ഭീകരമായ വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഇടപെടാനുള്ള ഒരു സാധ്യതയില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കീഴ്ക്കോടതി, സുപ്രീം കോടതിയല്ല, അതായത് UPയിലെ കീഴ്ക്കോടതി അദ്ദേഹത്തിന്റെ സിദ്ദീഖ് കാപ്പന്റെ കൂടെയുള്ളവരുടെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒരു ചോദ്യം പ്രോസിക്യൂട്ടറോട് ചോദിച്ചു. ഈ UAPA ഇട്ടതിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളതെന്ന് പറഞ്ഞു കോടതി അവരോട് ചോദിച്ചു. അറിയോ നിങ്ങൾക്ക്? രണ്ടാമത്തത്, അദ്ദേഹം പറയുന്നത് മറ്റൊരു രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ പൗരന്മാരുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടും, അത് സ്വാഭാവികമാണ്, ഒരു കത്തയക്കും എന്നൊക്കെ. എന്റെ പൊന്നു സുഹൃത്തെ, അത് UAE, ഇത് UP എന്ന് പറയുന്നത് ഇന്ത്യൻ ഈ അകത്ത് കിടക്കുന്ന, ഇന്ത്യ രാജ്യത്തിനകത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. UAE എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ്. അവിടെ വേറൊരു ഭരണഘടനയും നിയമവുമാണ്. ഇവിടെ ഞാനും ശ്രീ റജി ലൂക്കോസും യോഗി ആദിത്യനാഥും ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന എന്റെ മാധ്യമ സുഹൃത്ത് സിദ്ദീഖ് കാപ്പനും ഒക്കെ അനുസരിക്കേണ്ട ക്രിമിനൽ സിവിൽ നിയമങ്ങൾ എല്ലാം ഒന്നാണ്. അത് വ്യത്യാസമൊന്നുമില്ല. അത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനായാലും ആ നിയമത്തിന്റെ കീഴിൽ വരുന്ന ഒരാളാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഈ ഭരണഘടനാ സംവിധാനത്തിനകത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്റെ സുഹൃത്തെ? മറ്റൊന്ന്, പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തില് 148-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ അവസ്ഥയാണ്. ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന ലിഖിതമായ ഭരണഘടന ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്.
മറ്റൊരു കാര്യം, അദ്ദേഹം ഫാദർ സ്റ്റാൻസിനെ കുറിച്ച് പറഞ്ഞു. ഫാദർ സ്റ്റാൻസിന്റെ ഇരിക്കുന്ന ജാർഖണ്ഡിലെ ബഗൈച്ച സെന്ററിലൊക്കെ ഞാൻ നേരിട്ട് പോയിട്ട് അദ്ദേഹത്തെ അഭിമുഖം എടുത്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കേസിൽ നിങ്ങൾ പറഞ്ഞ പിന്നെ ചാർജ് അല്ല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭീമാ കൊറേഗാവ് കേസിന്റെ പേരിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പരിമിതിയുടെ കാര്യത്തെക്കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ശ്രീ നിഷാദ് റാവുത്തർ അത് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് പരിമിതികളുടെ കാര്യത്തെക്കുറിച്ചാണല്ലോ. സുഹൃത്തെ, റെന്നി, ഞാൻ ഒന്ന് വരാം. ഓഡിയോയിൽ പ്രശ്നം. റജി, അതിനുള്ള മറുപടി എന്താണ്? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച രണ്ടെണ്ണവും. അത് താങ്കൾ വ്യക്തമായി വിശദീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, എൻ ഡി എ കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒരു തരത്തിലും സാങ്കേതികമായി പ്രയോജനപ്പെടാത്ത കത്തയക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധനായിരുന്നു. കോട്ടെ, അന്യസംസ്ഥാനത്ത് കേസെടുക്കപ്പെട്ട ഭീമാ കൊറേഗാവ് പോലെയുള്ള ഗൌരവതരമായ സംഗതിയിൽ പ്രതിയാക്കപ്പെട്ട സ്റ്റാനിസ്വാമിക്ക് വേണ്ടി നീതിയുക്തമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഒരു പൊസിഷൻ എടുക്കില്ല എന്ന്, കത്തയക്കണ്ട, അത് ഒരു പൊസിഷനെ എടുക്കില്ല എന്ന് ഒരു PB അംഗവും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയും അദ്ദേഹത്തിന്റെ സർക്കാരും അദ്ദേഹത്തിന്റെ പാർട്ടിയും അതിന്റെ സംഘടനകളും ഒക്കെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവഗണിക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നിഷാദ്, ഈ ചർച്ചയ്ക്ക് ഒരു അജണ്ടയുണ്ട്. പിണറായി വിജയൻ വധമാണ് ഈ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സുഹൃത്തുക്കൾ, റെനി ഉൾപ്പെടെയുള്ള രണ്ട് സുഹൃത്തുക്കളുടെ സംസാരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾ പിണറായി വിജയനെ ഒരു ഇസ്ലാമിക് ഫോബിയ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവായിട്ട് നിങ്ങളോട് ചിത്രീകരിച്ചു. നിങ്ങളിങ്ങനെ ചിത്രീകരിക്കുന്ന തോറും ആ മനുഷ്യൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷങ്ങളുടെയും സമൂഹത്തിന്റെ അടുത്ത് എത്രയോ വലിയ ഒരു ഇമേജിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ ഒറ്റപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ചാർന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, CAA എന്നും പറഞ്ഞിട്ടൊരു നിയമം, അതായത് പൗരത്വ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് അവതരിപ്പിച്ചപ്പോൾ അത് ലോക്സഭയിൽ പാസ്സാക്കിയപ്പോൾ അതിനെതിരെ പ്രമേയം പാസ്സാക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള, അതായത് കേന്ദ്ര ഗവൺമെന്റ് സകല കണ്ണുരുട്ടിനുമെതിരെ അതിനുവേണ്ടി ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിക്കുന്ന സർക്കാരാണ് ഈ കേരളത്തിലുള്ളത്. നിങ്ങളത് മറന്നുപോകരുത്. അത് ആർക്കും എതിരെയായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന ഒരു വിഭാഗത്തിനെതിരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. അതെല്ലാം നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണൂരിട്ടിൽ കാണുമ്പോഴത്തേക്ക് മൂത്രമൊഴിച്ചു പോകുന്ന മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ എന്നാണോ? ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഡൽഹിയിൽ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേ ഉണ്ട്. 47ാമത്തെ ദിവസം അവിടുത്തെ കർഷകർ കൊടും തണുപ്പത്ത് അവിടെ വലഞ്ഞുകൊണ്ട് 3-4 ലക്ഷം കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുക. ആ കർഷകർ നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യയിലെ 3ാമത്തെ സ്റ്റേറ്റാണ് ഈ സംസ്ഥാന സർക്കാർ. ആദ്യം അതിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിന്റെ ഗവർണർ അത് നിരസിച്ചു. രണ്ടാമത്തെ റിക്വസ്റ്റ് അദ്ദേഹം കൃത്യമായ രീതിയിൽ അനുവാദം കൊടുത്തു. ഈ സംസ്ഥാന സർക്കാരിന്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും വള്ളി പുള്ളി മാറാതെ കൊണ്ട് ആ ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ അത് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനെ ലീഡ് ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങളുടെ അജണ്ടയുടെ പേരിലാണ് നിങ്ങളിപ്പോൾ ഈ രീതിയിൽ ചിത്രീകരിച്ചത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചു നിങ്ങളിൽ നിന്നും. ഞാൻ അടിവരയിട്ട് പറയുന്നു, തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന NDA ചെയർമാൻ ആരല്ലോ വേട്ടെ, അയാളൊരു മലയാളിയാണ്. അയാള് അതുപോലെ തന്നെ അയാൾക്കെതിരെ അവിടെ കേസ് കൊടുത്ത അയാളെ ജയിലിൽ പോയി അറസ്റ്റ് ചെയ്ത തൃപ്രയാർക്കാരൻ ചെറുപ്പക്കാരൻ മലയാളിയാണ്. എനിക്ക് പറയാനുള്ള അവസരം തരണം. അല്ല, താങ്കൾക്ക് അവസരം തരും. താങ്കളിൽ നിന്നാണ് എനിക്ക് ഉത്തരവും മലപ്പുറംകാരനാണ് ഞാൻ. സിദ്ദിഖ് എന്ന് പറയുന്ന മലയാളി പത്രപ്രവർത്തകരോട് അനുഭവം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഞാൻ തുടക്കം കുറിച്ചത്. ഞാൻ ഫേസ്ബുക്കിൽ അതിനെ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട്. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ 10ാം സ്ഥാനം ഈ രാജ്യത്തിലാണ്. ഇതൊക്കെ ഞാൻ ചർച്ചയെ പറഞ്ഞു. നിങ്ങളത് എന്തിനാണ് പിണറായി വിജയനെ ദ്രോഹിക്കാനായിട്ട് ഈ ചർച്ച ഉപയോഗിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞാൻ അതൊന്ന് പൂർത്തിയാക്കട്ടെ. ഈ തുഷാർ എന്ന് പറയുന്ന രണ്ട് മലയാളികൾ, വേറൊരു ധാരണ വേണ്ട. ഈ ചർച്ച പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം അവലംബിക്കുന്നു എന്ന ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ള ചർച്ചയാണ്. അതിനെ വിമർശനാത്മകമായി സമീപിക്കാനുള്ള ചർച്ചയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ശരി, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാത്തത്? നിലപാടെടുത്തതിന് ശേഷം കത്തയക്കാതിരിക്കൂ. ഇവിടെ ഒന്ന് പോയ മലയാളിയായ മാധ്യമ പ്രവർത്തകൻ, നമുക്കറിയാം അത്ര സംഭവം ഉണ്ടായതിനു ശേഷം രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളടക്കം ഞങ്ങളുടെ പോലും റിപ്പോർട്ടർമാർ അവിടെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് എത്രയോ ആളുകൾ പോയി. അതിൽ പക്ഷേ ഇദ്ദേഹം പിടിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് PFIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളായിരുന്നു എന്നതുകൊണ്ട്
ഇദ്ദേഹവും പിടിക്കപ്പെടുകയും ഇദ്ദേഹത്തിനെതിരെ കലാപശ്രമം, അവിടെ പോയ പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ അടക്കം കലാപശ്രമത്തിന് കേസുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിൽ ഇദ്ദേഹവും പെട്ടു. പിന്നെ എന്തൊക്കെയോ ചാർജുകൾ കൂടുതലായി എഴുതി വെച്ച് ഇദ്ദേഹത്തെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് KUWJ പലതവണ സമീപിച്ചു. ഓക്കെ, CPM-ന് തന്നെ 2 MP-മാർ, പല MP-മാരുടെ കൂട്ടത്തിൽ CPM-ന്റെയും 2 MP-മാർ ഈ UP സർക്കാരിന് ഇക്കാര്യത്തിൽ നീതിയുക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ കത്തയച്ചിട്ടുമുണ്ട്. പക്ഷെ CPM-ന് ഇതിനകത്തൊരു പൊസിഷൻ ഇല്ല, ഒരു നിലപാടില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് താങ്കൾ പറയുന്നു. അനുഭാവം താങ്കൾക്കുണ്ട്, CPM-ന് പൊതുവെ അനുഭാവമാണ്. പക്ഷെ അത് പറയാൻ CPM-ന് ധൈര്യമില്ല. അല്ല, ഇവിടെ നിഷാദ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ അത് വിട്ടുപോയത്. അതായത് CPM-ന്റെ 3 MP-മാര് വ്യക്തമായ രീതിയിൽ കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ CPM-ന്റെ MP-മാർ കത്ത് കൊടുത്തെങ്കിൽ CPM-ന്റെ നയം അതാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. CPM-ന്റെ നയത്തിന് വിരുദ്ധമായിട്ട് CPM-ന്റെ പാർലമെന്റ് അംഗങ്ങൾ ആരെങ്കിലും കത്ത് കൊടുക്കും? നിങ്ങൾ എന്തിനാണ് ഈ CPM പാർട്ടി ഇതിനകത്ത് വലിച്ചടിക്കുന്നത്? നിങ്ങളോട് ഞാനൊന്ന് പറയാം, ഇന്റർ കണക്റ്റഡ് ആണ് ഓരോ സംസ്ഥാനങ്ങളുടെയും വിജിലൻസും ഇന്റലിജൻസും അന്വേഷണ ഏജൻസികളും സംസ്ഥാന ഏജൻസികളും കേന്ദ്ര ഏജൻസികളും. സിദ്ദിഖ് കാപ്പന്റെ പേരിൽ ചാർത്തിരിക്കുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന അവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായിട്ടും അതിൽ ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി അതിനകത്ത് മൗനം പാലിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എതിരായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, CPM അദ്ദേഹത്തിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടോ? CPM-ന്റെ 3 MP-മാരെ കത്ത് കൊടുത്തിരിക്കുന്നത്, 2 അല്ല 3 MP-മാരെ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ചർച്ച നയിക്കുന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരോടൊന്നും ഇവർ മനസ്സിലാക്കേണ്ട അവസ്ഥ. ഇന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന UP പോലീസ് ചാർത്തിയിരിക്കുന്ന, അതായത് FIR ഇന്റർകണക്റ്റഡായ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഗൌരവതരമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥയിലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ പറയുന്ന KK രാഗേഷും ഇവിടെ നിന്നുള്ള എളമരം കരീമും ഒക്കെ കത്തയക്കുന്നത് എങ്ങനെയാണ്? ഗുരുതരമായ പ്രശ്നമാണെങ്കിൽ അല്ല, അത് മുഖ്യമന്ത്രി MP-മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഒരു മലയാളിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ അതിനുള്ള സാധ്യതയെ പറഞ്ഞോളൂ. എനിക്ക് അതിനുള്ള അടിസ്ഥാനപരമായ ആധികാരികമായിട്ടൊന്നും ഞാൻ ഒന്നാമത്തേത്, മുഖ്യമന്ത്രി ഇത്തരമൊരു മുസ്ലിം ന്യൂനപക്ഷ പ്രശ്നത്തിൽ ഇടപെട്ട് മുസ്ലിം പ്രീണനം നടത്തുന്ന ആളാണ് എന്ന പേര് കേൾക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതാ നിലയ്ക്ക് ഉപയോഗിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഭയമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി ഒരു പ്രോ റൈറ്റ് വിംഗ് നിലപാട് സ്വീകരിക്കുകയാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് അതിന് അദ്ദേഹം വേറെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. നോക്കൂ, അദ്ദേഹം CAA വിഷയത്തിൽ CPIM നടത്തിയ സമരങ്ങൾ, ലെഫ്റ്റ് വിംഗ് നടത്തിയ സമരങ്ങൾ, അവർ പാസാക്കിയ പ്രമേയം, കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന കർഷക സമരത്തിലടക്കം സ്വീകരിക്കുന്ന നിലപാടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ കേസിൽ സർക്കാരിന് വിവരങ്ങളുണ്ട്, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് ജെനുവിൻ കേസാണെന്ന് തോന്നിയാൽ സർക്കാരിന് നിലപാടെടുക്കേണ്ടല്ലോ. അല്ല, ഏതായാലും ഈ റെജി ലൂക്കോസ് കേരളത്തിൽ നടന്ന CPM RSS സംഘടനകളെ കുറിച്ചും RSSകാരെ ഞങ്ങൾ ഇത്ര പേരെ കൊന്നു എന്നൊന്നും അദ്ദേഹം പറയാത്തത് വലിയ ഭാഗ്യമായി പോയി. ഏതായാലും CAA സമരത്തില് പിന്നെ പിണറായി വിജയനും CPM-ഉം കേരള ജനതയൊക്കെ ഒറ്റക്കെട്ടായി നിന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അല്ലാതെ CPM-ന്റെ നേതാവായ പിണറായി വിജയൻ BJP-യുടെ യോഗത്തിൽ പോയിന്നോ BJP-യുടെ ആശയങ്ങളെ പരസ്യമായിട്ട് പിന്തുണച്ച് പ്രഖ്യാപിച്ച് പ്രസംഗിച്ചെന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിലുള്ള കേരള രാഷ്ട്രീയത്തിന്റെ നരേഷൻ അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അമീറും കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അസ്വനും എന്നൊക്കെയുള്ള മട്ടിലാണ്. വളരെ വ്യക്തമാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ അടിവരയിടുന്നത്. ഇവിടെ സിദ്ദീഖ് കാപ്പന്റെ വിഷയത്തിൽ ഒരു അത്ഭുതവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പരമാവധി ആ വിഷയത്തിൽ നിന്ന് അകന്നകന്നു പോകാനും അതിന് ചെവി കൊടുക്കാതെ ഒഴിഞ്ഞു മാറാനുമാണ് അദ്ദേഹം ശ്രമിക്കുക. നേരത്തെ ഈ റെജി ലൂക്കോസ് പറയുന്ന കാര്യം മുഴുവൻ വലിയ ചിരി ഉണർത്തുന്നതാണ്. കോവിഡിന്റെ പ്രോട്ടോകോളൊക്കെയാണ് അദ്ദേഹം നേരത്തെ വിശദീകരിച്ച് പറഞ്ഞത്. കോവിഡ് പ്രോട്ടോകോളിന്റെ സമയത്ത്, ഇത് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് സ്വന്തം മകളുടെ കല്യാണം നടത്തി, ഇപ്പൊ SFIയുടെ 50ാം വാർഷികമൊക്കെ ആഘോഷിച്ച് സദസ്സൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് സിദ്ദീഖ് കാപ്പന്റെ ഭാര്യ പിന്നെ വളരെ വേദനയോടുകൂടി തിരുവനന്തപുരത്ത് ഒരു ധർണയ്ക്ക് ചെന്നിട്ട് കാണാൻ ഒരു 5 മിനിറ്റ് അവസരം കൊടുത്തപ്പോൾ അവിടെ കോവിഡ് പ്രോട്ടോകോള്. ഇങ്ങനെ ചില I3-13 ചില I3-15 ഒക്കെ ആവുന്ന ഈ തരത്തിലുള്ള കാപട്യമൊക്കെ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഭീമ കൊറേഗാവ് കേസിലെ സ്റ്റാൻലി സ്വാമിക്കെതിരെ സർക്കാർ ചാർജ് ചെയ്ത വകുപ്പുകൾ സിദ്ദീഖ് കാപ്പനെതിരെ ചാർജ് ചെയ്ത വകുപ്പുകളെക്കാൾ
ഒട്ടും ലഘൂകരിച്ച വകുപ്പുകളല്ല എന്ന് മനസ്സിലാക്കണം. അതൊക്കെ സമാന സ്വഭാവത്തിലുള്ളതും വിധ്വംസക പ്രവൃത്തികൾ, തീവ്രവാദ പ്രവൃത്തികൾ, ഛിദ്രതയുണ്ടാക്കുക, പരസ്പരം വൈരമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമാനമായ വകുപ്പുകളും ജാമ്യമില്ലാത്ത കരിനിയമങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്കാകാം, ഈ വിഷയത്തിൽ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ക്ലീഷേക്ക് കൃത്യമായി ചേരുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടെടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഞാനൊക്കെ ചിന്തിക്കുന്നത്. കാരണം ഇത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ്. സിദ്ദീഖ് കാപ്പനെ ദൈവം രക്ഷിക്കട്ടെ, ഇന്ത്യയിലെ കോടതികൾ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന് മോചനം സാധ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ആ ധാർമ്മിക പിന്തുണ അറിയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. റെനി, താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നേരത്തെയുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സാങ്കേതികത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഒരു ഗുരുതരമായ കേസിനകത്ത് ഒരു കത്ത് അയക്കുക വഴി എന്തെങ്കിലും ഒന്ന് നടക്കാനിടയില്ല. പിന്നെ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നൊരാശ്വാസം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നും പരിമിതി ഉണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നതിനെ നമുക്ക് മുഖവിലേക്ക് എടുത്തുകൂടെ? ഇല്ല നിഷാദ്, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരെയധികം പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അന്നത്തെ കേരള സർക്കാർ അബ്ദുൽ നാസർ മദനിക്ക് ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇടപെടൽ നടത്തി. തീർച്ചയായും അതിന് ആ ഇടപെടലിന് ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഇടപെടേണ്ടത് UAE-യിലെ കാര്യത്തിലല്ല, നമ്മുടെ രാജ്യത്തിന്റെ വെളിയിൽ, നമ്മുടെ ഭരണഘടനയ്ക്കും പുറത്തുള്ള ഒരു സ്ഥലത്തെ കാര്യമല്ല. ഇത് നമ്മുടെ ഭരണഘടനാ പരിധിക്കകത്തുള്ള ഒരു സംഗതിയാണ് ഇടപെടേണ്ടത്. ആ ഇടപെടുന്നതിൽ അദ്ദേഹം വിമുഖത കാണിക്കുന്നുണ്ട് എങ്കിൽ വരുന്ന 3 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. ഈ നേരത്തെ എന്റെ ഒരു സുഹൃത്ത് അവിടെ നൌഷാദ് അലി പറഞ്ഞ ആ വാക്ക് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി, അത് വളർത്തിക്കൊണ്ടുവന്നിട്ട് കേരളത്തിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് നേട്ടം കൊയ്യാം എന്നുള്ള ഒരു ദുഷ്ടലാക്കാണ് ഇപ്പോൾ LDF-നുള്ളതെന്ന് വളരെ ഖേദപൂർവ്വം ഞാൻ എന്റെ സുഹൃത്ത് റെജി ലൂക്കോസിനോട് പറയുകയാണ്. റെജി ലൂക്കോസ്, താങ്കൾ വളരെ ആവേശപൂർവ്വം പറഞ്ഞല്ലോ, കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി CAA NRC-ക്കെതിരായിട്ട്. എന്താ നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്നലെ ഞങ്ങളൊരു പത്രസമ്മേളനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വിവരാവകാശ നിയമങ്ങൾ മുഴുവൻ വെച്ചിട്ടാണ്. കേരളത്തിൽ CAA NRC വിരുദ്ധ സമരം ജനുവരി മുതൽ ഫെബ്രുവരി വരെ നടത്തിയ സമരത്തിൽ 519 കേസാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 കേസ് BJP-ക്കും ABVP-ക്കും. അത് പോട്ടെ, ആ 2 വിട്ടാൽ 517 കേസും എടുത്തിരിക്കുന്നത് CAA NRC വിരുദ്ധ സമരം ചെയ്തവർക്കെതിരായിട്ടാണ്. അതിലും ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത് മുസ്ലിം സംഘടനകൾക്കെതിരായിട്ടാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ സുഹൃത്തെ നിങ്ങൾ വന്നിരുന്നിട്ട് ഈ ചാനലിൽ ഇരുന്നിട്ട് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നതെന്ന് പറയുന്നത്? വസ്തുതകളാണ് സഹോദര ഞാൻ സംസാരിക്കുന്നത്. ഇത് കള്ളത്തരമല്ല. ഇവിടെ നടക്കുന്നത് കൃത്യമായിട്ട് കേരള ജനതയെ ഇദ്ദേഹം രണ്ടായിട്ട് ഇതുവരെ കാണാത്ത തരത്തിൽ, ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഒരു മാർക്സിസ്റ്റ് ജീവിത ശൈലിയുമുള്ള ഒരു നേതാവും ചെയ്യാത്ത തരത്തിലുള്ള അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാറും ഇപ്പോഴുള്ള ഈ LDF ഗവൺമെന്റും തമ്മിലുള്ള എന്തോ ഒരു അവിശുദ്ധ ബാന്ധവമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ തോന്നിപ്പോവുകയാണ് എന്റെ സുഹൃത്ത്. അങ്ങനെ കടന്ന ആരോപണം ഉന്നയിക്കുകയാണ് ആ വിഷയത്തിൽ താങ്കൾ. ഞാൻ വരാം. സിദ്ദീഖ് കാപ്പന്റെ ഭാര്യ എന്നോടൊപ്പം തുടരുന്നുണ്ട്. റെയ്ഹാനത്ത്, സർക്കാരിനെ മുഖ്യമന്ത്രിയെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു, നടന്നില്ല ഇതുവരെ. ഇന്നിപ്പോ നിങ്ങൾ നേരത്തെ പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ CM-നെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഇതിന് മുൻപ് നിങ്ങൾ പോലീസ് വഴി ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോ ഒരു പ്രതിപക്ഷ MLA ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ അതിൽ നിന്ന് കൈമലർത്തുകയാണ് ഉണ്ടായത്. ഈ കേസിൽ നിന്ന് സർക്കാർ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്, അവഗണിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എനിക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. എന്തുകൊണ്ട് ഇന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇടപെടാൻ സാധിക്കുന്നില്ലെന്ന്. എങ്കിലും ഒരു കത്തെഴുതുന്നതിൽ എന്തായിരിക്കാം മുഖ്യമന്ത്രിക്ക് പരിമിതി ഉള്ളതെന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് അദ്ദേഹം തീവ്രവാദിയല്ല, നിങ്ങളെ സമ്മതിക്കുന്നുണ്ട് തീവ്രവാദിയല്ല,
പിന്നെ ഇവർ പറഞ്ഞ പോലെ ഡൽഹിയിലെ MP-മാർ 3 ആള് സത്യമാണ് അത് പറഞ്ഞത്. അവർ ഏറ്റവും ഫസ്റ്റ് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല എതിർത്ത് സംസാരിച്ചതും അവിടെ നേരിട്ട് പോയി അവരോട് സംസാരിച്ച് ലെറ്റർ കൊടുത്ത ഒരാളുകളാണ്. അദ്ദേഹത്തിന് സിദ്ദീഖിനെ അറിയാം, അവർക്ക് സിദ്ദീഖിനെ അറിയാം, അവരെപ്പോഴും നല്ല ബന്ധം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് ആരാണെന്ന് അവർക്ക് നല്ലോണം അറിയുന്നത് കൊണ്ടാണ് അവർ ആ ലെറ്റർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ അവിടെ സുപ്രീം കോടതി വരെ വലിയ കേസായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്ക് എന്തും പറയാം, അവർ കൂടുതൽ നുണകളായിട്ടാണ് വരുന്നത്. ഒരു ഹിയറിങ്ങിന് അതല്ല എന്ന് പറയും, പിന്നെ വേറെ അടുത്ത ഹിയറിങ്ങിന് വരുമ്പോൾ പറയും വേറെ എന്തൊക്കെയോ പൊള്ളത്തരങ്ങളായിട്ടാണ് വരുന്നത്. അതൊക്കെ സത്യമാണെന്ന് നമ്മളെ മുഖ്യമന്ത്രി കരുതുന്നുണ്ടോ? ആ പറയുന്ന UP സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടോ? അതായത് MP-മാരൊന്നും കരുതുന്നില്ല, അവരൊന്നും കരുതുന്നില്ല ഈ ആളുടെ നിന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെന്നോ, അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്നോ, അല്ല 100 കോടിയുടെ ഫണ്ട് ഉണ്ടെന്നൊന്നും നമ്മളാരും ഈ MP-മാരൊന്നും വിചാരിക്കുന്നില്ല. രാകേഷ് MP-യോട് ഞാൻ സംസാരിക്കാറുണ്ട്, ബിനോയ് വിശ്വം സാറോട് ഞാൻ സംസാരിക്കാറുണ്ട്, എളമരം കരീം സാറോട് ഞാൻ സംസാരിക്കലുണ്ട്, അവരോടൊക്കെ സംസാരിക്കലുണ്ട്. അവർ എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. പക്ഷെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന്? നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി, നമുക്ക് അവരാണല്ലോ, അത് മുഖ്യമന്ത്രി ആണല്ലോ, ഒന്ന് ലെറ്റർ കൊടുക്കണേന് എന്താണ് ബുദ്ധിമുട്ട്? ഇനിയിപ്പോ സിദ്ദിഖാപ്പൻ ശരിയായ ഒരു പ്രശ്നക്കാരനാണ് എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടാവുമോ റൈഹാനത്ത്? എനിക്കറിയില്ല. അതായത് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 3 പേരും. അവര് കരുതാത്ത എന്ത് കാരണങ്ങളാണ്, എന്ത് തെളിവാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ളത്? ശരി, ശ്രീ റെജി ലൂക്കോസ് നമ്മോടൊപ്പം തുടർന്നു. റെജി, ഈ ചർച്ചയിൽ വിമർശിക്കപ്പെട്ടതുപോലെ ഒരു മുസ്ലിമായ ആൾ മുസ്ലിം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം ആരോപിക്കപ്പെട്ടാണ് ജയിലിലായിരിക്കുന്നത്. അയാളെ പുറത്തുവിടണം, അയാൾക്കെതിരെ കള്ളക്കേസാണ് എന്നൊക്കെ ഒരു പൊസിഷൻ, ഒരു സ്റ്റാൻഡ് എടുത്താൽ അത് ഒരു മുസ്ലിം തീവ്രവാദത്തോട് അനുകമ്പ കാണിക്കുന്നു, മുസ്ലിം പീഡനം കാണിക്കുന്നു എന്നൊക്കെയുള്ള ക്യാമ്പയിൻ എതിർകക്ഷികൾ നടത്തും, സംഘപരിവാർ നടത്തും എന്ന ഭയം ഒരു കൺസേൺ ആണ്. അങ്ങനെ ഒരു ഭയം സർക്കാരിനുണ്ട് എന്ന് ആക്ഷേപിക്കുകയാണ്. അതൊരു കാര്യമുണ്ടോ? നിഷാദ്, വളരെ കൗതുകം തോന്നിയിരിക്കുക ചോദ്യം. കേരളത്തിലെ ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പിണറായി വിജയനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? തലശ്ശേരി കലാപം നടക്കുമ്പോൾ അറിയാമല്ലോ, അന്ന് ടാർഗറ്റ് ചെയ്ത് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ വെട്ടി വീഴ്ത്തിയപ്പോൾ അതിനിടയ്ക്കൂടെ നടന്ന് അവരെ രക്ഷിച്ച് മുതുകത്ത് വെട്ടേറ്റ മനുഷ്യനാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഈ സുഹൃത്തുക്കൾ ഈ ചാനൽ ചെയ്തുകൊണ്ട് മുസ്ലിം എന്താ പറയാ ഒരു ഫോബിയ ക്രിയേറ്റ് ചെയ്യാന്ന്, മുസ്ലിംസിന്റെ പേരുദ്ധരിച്ചാൽ മറ്റുള്ള വോട്ട് പോകുന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ? നിങ്ങൾ ചാനലിരുന്ന് പറഞ്ഞു, ഈ ജനം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന ആരാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. ജനം കൃത്യമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പിണറായി വിജയനും പിന്തുണ കൊടുത്തത് നിങ്ങൾ പിന്തുണയ്ക്കുന്നവരുടെ നിങ്ങൾ ഏത് കക്ഷിയെ പിന്തുണയ്ക്കുന്നവർ വളരെ വ്യക്തമായി കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ മുസ്ലിം തീവ്രവാദ കക്ഷികളെ കൂടെ നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ. വെൽഫെയർ എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടവരാരാ? CPM ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഏതെങ്കിലും ജാതിയുടെ മതത്തിന്റെ പേരിൽ അല്ലെ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധ്വംസക പ്രവർത്തനത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെ പേരിൽ ആരെങ്കിലും തോളത്ത് കൈയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? മുസ്ലിം ലീഗിന് MP-മാരില്ലേ? 2-3 MP-മാരില്ലേ? വഹാബ് സഹിതം 3 MP-മാരില്ലേ? കോൺഗ്രസിനുടെ MP-മാരില്ലേ? RSPക്ക് MP-മാരില്ലേ? CPM-ന്റെ MP-മാര് ഈ കാര്യത്തിൽ ഇടപെട്ടവരെ എത്ര കോൺഗ്രസ് MP-മാര്, എത്ര ലീഗിന്റെ MP-മാര് ഇതിനകത്ത് ഇടപെട്ട്? നിങ്ങൾക്ക് ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? VK കുഞ്ഞാലിക്കുട്ടിയുടെ പേരിന് മാത്രം ഒരു പ്രസ്ഥാനം നടത്തി, വേറെ ആരാ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്? നിങ്ങൾ എന്നിട്ട് ഈ CPM-ന്റെ MP-മാരെ, CPM-ന്റെ സർക്കാരിനെയും പിണറായി വിജയനെ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നു. നിങ്ങളുടെ മനസ്സിലാണ് ശരിക്കും പറയുന്നത് വർഗീയത ഉള്ളത്. CPM-ന്റെ മനസ്സിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലോ ഈ സർക്കാരിന് വർഗീയപരമായ ചിന്തയില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ആവർത്തിക്കട്ടെ, CA എന്ന് പറയുന്ന നിയമം ഈ രാജ്യത്തെ ഏത് വിഭാഗത്തിനെതിരെയായിരുന്നു? ആരാണ് ആസാമിലും ബംഗാളിലും കുടിയേറിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. അതിനെതിരെ ഈ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ധീരമായ നിലപാട്, പ്രമേയം പാസാക്കിയ നിയമസഭ കൂടി. നിങ്ങൾ അന്ന് എവിടെയായിരുന്നു? അന്ന് ഇവിടെ മുസ്ലിം ഫോബിയ ഉണ്ടായിരുന്നോ? ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ ഇത്ര മോശമായ മുസ്ലിംസിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ, ആ സഹോദരങ്ങളെയും നിങ്ങൾ ഇതിനെ വേട്ടയാടരുത്. നിങ്ങൾക്ക് തിരിഞ്ഞു കുത്തും. ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലായി. നിങ്ങൾക്ക് പിണറായി വിജയൻ വധം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്താ കാരണം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ അടിയാ പോയി. അതിനിപ്പോ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് കുറച്ച് സീറ്റ് നേടി
പിന്നെ UDF അടിയറവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു വ്യായാമമാണ് നിയമസഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങൾ നടത്തിയിരിക്കുന്ന നാടകങ്ങള്. ആ പാവപ്പെട്ട സഹോദരിയെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇത്തരം വേട്ടയാട് നടത്തുന്നത്. അവർ പ്രോപ്പർ ചാനലിൽ അപ്ലൈ ചെയ്തില്ലെന്നുള്ളവരും കൃത്യമായിരുന്നു അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ഇടപെട്ടത് ബിനോയ് വിശ്വമാണ്. ഇടപെട്ടത് ഇവിടെ നിന്നുള്ള ഈ KK രാഗേഷാണ്, എളമരം കരീമാണ്. നിങ്ങളാരും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. നിങ്ങളിത് പറയാൻ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ റെജി ലൂക്കോസ് ഈ വിഷയത്തിൽ സമ്പൂർണ്ണമായ ഒരു അജ്ഞതയെ മുൻനിർത്തിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇടപെട്ട കോൺഗ്രസ് എംപിമാർ ആരൊക്കെ, ഇടപെടലുകൾ എന്തൊക്കെയെന്നൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ സിദ്ദീഖ് കാപ്പൻ അറസ്റ്റിലായതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ മലപ്പുറത്ത് വെച്ച് നടന്ന വലിയൊരു അദ്ദേഹത്തിന്റെ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു പരിപാടി TN പ്രതാപനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഞാനായിരുന്നു അധ്യക്ഷൻ. ആ ഇരിക്കുന്ന റൈഹാനത്ത് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ കഥകളൊന്നും ഇവിടെ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന ഈ കാര്യം തലശ്ശേരി കലാപത്തിലൊക്കെ ഈ കലാപകാരികളെ മുഴുവൻ പ്രതിരോധിച്ച് നിർത്തിയത് പിണറായി വിജയനാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് റെജി ലൂക്കോസിനോട് പറയാനുള്ളത്, ഒന്ന് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഒന്ന് ഗൂഗിളിൽ ലഭ്യമാണെന്ന് എഴുതിയെടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. എന്തായിരുന്നു തലശ്ശേരി കലാപമെന്ന്. പല സ്ഥലങ്ങളിലും CPMകാരെ കൊണ്ട് RSSകാർക്ക് കൃത്യം നടത്താനുള്ള അവസരം പോലും ലഭ്യമല്ലാതിരുന്ന കലാപത്തെക്കുറിച്ച് ജസ്റ്റിസ് വിധേയത്തിൽ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പഴകി പുളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർമ്മണം നടത്തിയിട്ട് സ്വയം ചെറുതാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കേരളത്തിലെ പൗരത്വ നിയമം വന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന് പിണറായി വിജയൻ തന്നെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ പൊതുബോധത്തെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ മുഴുവൻ സ്ഥാപനങ്ങളെ, മാധ്യമങ്ങളെ, സാംസ്കാരിക ഇടപെടലുകളെ, ബുദ്ധിജീവി വ്യവഹാരങ്ങളെയൊക്കെ PR വർക്കിൽ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ അനുകരിച്ചുകൊണ്ട് ഇവിടെ അമീറും കുഞ്ഞാലിക്കുട്ടിയും ഹസനുമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ പിന്നെ ഏത് ഫോബിയയാണ് അദ്ദേഹം ഒരു ആയുധമായിട്ട് ഉയർത്തി കാണിക്കുന്നത് എന്ന് റെജി ലൂക്കോസ് ഇവിടെ വിശദീകരിക്കണം. അല്ലാതെ പിണറായി വിജയന്റെ മഹാത്മ്യങ്ങളും അവദാനങ്ങളും വാഴ്ത്തിപ്പാടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെയുള്ള ഗോഷ്ടി കാണിക്കുകയല്ല. വസ്തുനിഷ്ഠമായി കറന്റ് പൊളിറ്റിക്സ് പറയൂ. ഇവിടെ ഇന്ന് പ്രത്യേക നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ SDPയുമായിട്ട് കൈകോർത്ത് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന്റെ വാർത്തകൾ നിരന്തരം വരുന്നു. തലശ്ശേരിയിലും കണ്ണൂരിലും ഉൾപ്പെടെ SDPയും CPMും നടത്തിയ വോട്ട് വ്യവഹാരത്തിന്റെ കണക്കുകൾ ലഭ്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2 കേസുകളല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് SDPക്ക് വേണ്ടി സെറ്റിൽ ചെയ്ത് കൊടുത്തത്? അവിടുത്തെ അഭിമന്യു വധക്കേസും പുന്നൻ ഔഷാദിന്റെ വധക്കേസും. ഇങ്ങനെ കൊലപാതക കേസും കൊലപാതകികളെയും ദുരൂഹ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയക്കാരെയും ഒക്കെ സെറ്റിൽ ചെയ്ത് വോട്ട് വ്യവഹാരം നടത്തി RSSുമായി കൈകോർക്കാൻ മടി കാണിക്കാതെ ഫോബിയ രാഷ്ട്രീയം മുൻനിർത്തി നിലനിൽപ്പിന്റെ അവസാനത്തെ പിടിവള്ളിയും പിണറായി വിജയൻ തേടി മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെയാണ് അന്തിമമായിട്ട് വലിച്ചു കീറുന്നത്. അതിനെതിരെ നിങ്ങൾ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ കാണാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ടോ? എന്താണിപ്പോ ആ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? ഒരു തവണ കൂടി ട്രൈ ചെയ്യുന്നുണ്ടോ മുഖ്യമന്ത്രിയെ കാണാൻ? ഇല്ല, മുഖ്യമന്ത്രി ഞാൻ ഇന്ന് 8:30 ആവുമ്പോഴേക്ക് ട്രെയിൻ കയറും. എന്താന്ന് വെച്ചാല് ഇത് പെട്ടെന്ന് അവര് പറഞ്ഞല്ലോ, ആദ്യം തന്നെ അവര് കാണാനുള്ള അനുമതി എടുത്തിട്ടില്ലെന്ന്. അത് ശരിയല്ല. യൂണിയൻ ഇതിന് കാണാനുള്ള അനുമതി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ, പക്ഷെ കാണാനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ ആദ്യം ഈ CPMലെ MPമാർ കണ്ടു എന്ന് പറഞ്ഞത് അവര് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് അവര് കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന്റെ ആളുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കളവാണ്. അതായത് കോൺഗ്രസിന്റെ ആളുകളാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വന്നതും എന്നെ ആശ്വസിപ്പിച്ചതും. അവരാണ് ഇതിന് ഒരു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരുള്ള മുരളീധരൻ MP, അതേപോലെ സുധാകരൻ MP, ഒരുപാട് ആളുകൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ലെറ്റർ കൊടുത്ത്, ഈ രാകേഷ് MPയെ പോലെയും അവരെ പോലെ തന്നെ ഇവരും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ET മുഹമ്മദ് ബഷീർ അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവര് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് CPMലെ ഈ വ്യക്തികൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഈ നൌഷാദ് അലി അവരൊക്കെയാണ് എന്റെ അടുത്ത് ആദ്യം വന്നതും ഈ മലപ്പുറത്ത് ഒരു ധർണ നടത്തിയതും ഒരു
വാർത്തയായിട്ട് അത് പോവാൻ തന്നെ കാരണം ഇവരെ കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരും വേണം, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്റെ കൂടെ നിന്ന്, പൊതുസമൂഹവും മാധ്യമപ്രവർത്തകരും എന്റെ കൂടെ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എനിക്കിതിൽ രാഷ്ട്രീയമില്ല. മുഖ്യമന്ത്രിയെ ഞാൻ അധിക്ഷേപിക്കുകയല്ല. മുഖ്യമന്ത്രി എന്റെ കാര്യത്തിൽ ഇടപെടുന്ന എന്റെ അപേക്ഷയാണ്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ എതിർത്തിട്ടോ പിന്നെ ദേഷ്യപ്പെട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആരെയും ആക്ഷേപിക്കാനോ അതിനുള്ള അർഹത ഇല്ല. അവര് പറഞ്ഞ പോലെ എനിക്ക് അറിവില്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് 3 മക്കളാണ്. ഒരു 90 വയസ്സായ അസുഖം ബാധിച്ച് മകനെ മാത്രം ചോദിച്ച് ഇന്നോ നാളെയൊന്നും വെച്ച് കിടക്കണ ഒരു ഉമ്മ ഉണ്ട്. ആ ആകെ എനിക്ക് പോരാൻ കഴിയുന്നിടത്തോളം ഞാൻ പോരാടുക എന്നുള്ളത് എന്റെ ഒരു കടമയാണ്. എന്റെ ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്യാതെയാണ് കിടക്കണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അഭിമാനത്തോടെ എനിക്ക് പറയാം എന്റെ മാധ്യമപ്രവർത്തകനാണ് എന്റെ ഹസ്ബൻഡ്. എനിക്ക് അതുകൊണ്ട് തന്നെ തല നിർത്തി ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തനം ഒരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അവിടെ പോവുക, ഹത്രാസിൽ പോയിട്ട് നേരിട്ട് അതിന്റെ വാർത്ത ചെയ്യുക, അതിനുള്ളത് കൊടുക്കുക എന്നുള്ളത് തെറ്റല്ലല്ലോ. തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? അതൊക്കെ തീവ്രവാദമാണോ? ശരി റെനി, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ പിടിക്കപ്പെട്ട ആളുകൾ എന്നത് PFIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളാണ്. PFIയോട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ വിരുദ്ധ സമീപനം സ്വീകരിച്ചു പോവുകയാണെന്ന് നമുക്കറിയാം. PFIയെ കുറിച്ച് അവരുടെ ഒരു തീവ്ര കക്ഷി എന്ന നിലപാടാണ് CPIMന് ഉള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. അങ്ങനെ PFIക്കാരനെന്ന് ആക്ഷേപിക്കപ്പെടുന്ന, PFIക്കാരനെന്ന ആരോപണമുള്ള, PFIയുമായി ബന്ധവുമുള്ള ആൾ എന്ന നിലക്ക് പിടിക്കപ്പെടുന്ന ആളോട് രാഷ്ട്രീയമായ ഒരു അനുഭാവം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ന്യായമായും അങ്ങനെ വേണമെങ്കിൽ അതിനെ കാണാം. നിഷാദ്, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഡൽഹിയിൽ നിന്ന് ഹദ്രാസിലേക്കുള്ള ഒരു ദൂരം അതൊരു ചെറിയ ദൂരമല്ല, അത് വളരെ വലിയ ദൂരമുള്ള ഒരു സ്ഥലമാണ്. ആ ദൂരത്തേക്ക് ഇവർ കാറിൽ പോകുമ്പോൾ ഇവരുടെ ലിഫ്റ്റ് ചോദിച്ചു, അദ്ദേഹത്തെയും കൂടെ പോകുന്നു. നമുക്കറിയാം, ഇവിടെ താങ്കളൊക്കെ ഒരു ഒരു തരത്തിലായാലും മറ്റൊരു തരത്തിൽ ഞാനും ഈ ഒരു മാധ്യമപ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലുള്ള ഒരു വലിയ ശമ്പളത്തിലോ ഒന്നും അല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു സാധാരണ വെബ് പോർട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു കാറൊക്കെ എടുത്ത് സ്വന്തമായിട്ട് പോകാനുള്ള ഒരു ഇതൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കിട്ടി അത് പോകുന്നു. അത് സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ പത്രപ്രവർത്തകർ, ഇപ്പൊ വലിയ പത്രസ്ഥാപനങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവരൊക്കെ അവരുടെ സ്വന്തം വണ്ടി കാണും, കമ്പനിയുടെ വണ്ടി കാണും, ഇങ്ങനെ പോകുന്നുണ്ട്. അയാളൊരു ലിഫ്റ്റ് ചോദിച്ചു, അതിന് അയാളുടെ കൂടെ പോയി. ഇനി നമുക്കിനി അവരുടെ കൂടെ പോയി, അവരും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ വളരെയധികം അകൽച്ചയാണ്, ശരിയാണ്. പക്ഷെ ആ പോയവരെന്ത് ക്രിമിനൽ പ്രവർത്തനമാണ് അവിടെ ചെയ്തത്? അതും ക്രിമിനൽ പ്രവർത്തനമല്ലോ, വിദ്യാർത്ഥി നേതാക്കളല്ലേ. ഇനി ഇതില് ശ്രീമതി റെയ്ഹാനത്തിന് വിട്ടുപോയൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ശ്രീ റെജി ലൂക്കോസ് കേൾക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഈ സിദ്ദിഖ് കാപ്പനെ പിടിക്കുമ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ട് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു CPM MPയുടെ പേര് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിട്ടയക്കാമെന്നാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത്. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതും ഇവിടെ വരാൻ പറഞ്ഞതും ഒരു CPM MPയുടെ പേര്, ഏതെങ്കിലും ഒരു MPയുടെ പേര് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടയക്കാം. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോ അവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു അജണ്ട ഉണ്ട്. ആർക്ക്? UP ഗവൺമെന്റിന്. പക്ഷേ ഇപ്പോ മലയാളി മാധ്യമ പ്രവർത്തകനും യാതൊരുവിധ ക്രിമിനൽ കുറ്റവും ചെയ്യാത്ത ഒരാളെ ഒന്ന് വിടണം എന്ന്, അല്ലെങ്കിൽ ഈ കേസ് പുനഃപരിശോധിക്കണം എന്ന് ഒരു കത്തയക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രയും വൈമനസ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു ഇസ്ലാമോഫോബിക്കായി പെരുമാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റെജി ലൂക്കോസ്, ഈ ചർച്ചയുടെ അവസാനത്തിൽ താങ്കൾ പറയുന്ന ഒരു കാര്യം, ഈ ഉത്തർപ്രദേശ് സർക്കാർ എന്തുമാത്രമാണ് പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ചെയ്യുന്നത്, എന്തുമാത്രം അപരവിദ്വേഷം ഉണ്ടാക്കുന്നുണ്ട്, അന്യമത വിരോധനം ഉണ്ടാക്കുന്നുണ്ട്, ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നറിയാത്തവരല്ല CPMകാർ. അതിന്റെ ഒരു ക്രിമിനൽ പ്രവർത്തന പശ്ചാത്തലം UP പോലീസിന്റെ അടക്കം നമുക്കറിയാമല്ലോ, നമ്മുടെ മുൻപിലുള്ളതാണ്. എന്നിട്ട് കൂടി ശ്രീ റജി അതിനോടൊരു നിഷാദ് എനിക്കൊരു അവസരം തരണം. നിഷാദ്, ഓക്കെ. നിഷാദ്, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടെ,
ഒറ്റ കാര്യം അദ്ദേഹത്തോട് ഒരു കാര്യം കൂടെ പറയുന്നു. ആര് യു പി പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്നറിയാമോ? നീ ബീഫ് കഴിക്കുന്നവനാണ് അവിടെ എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്തുമാത്രം ആന്റി മുസ്ലിം ആയിട്ടാണ് അവിടുത്തെ പോലീസ്. അതല്ലെങ്കിൽ അത് അവിടെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ശരി, റജി അതിന്റെ അവസാനത്തെ കാര്യം, യു പി പോലീസിനെയും അവരുടെ ഉദ്ദേശത്തെയും ഒക്കെ അറിയാത്തവരാണോ CPM-കാർ? അല്ല നിഷാദ്, അത് വളരെ കൃത്യമാണ്. യു പി പോലീസ് വളരെ ഈ രാജ്യത്തെ ഏറ്റവും മോശമായ പോലീസിംഗ് ആണ് യു പി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ആംനസ്റ്റി ഇന്റർനാഷണൽ വരെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹത്രാസിലെ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ ബാധിച്ചത്, മറ്റേ വേറൊരു പെൺകുട്ടിയെ ഒരു MLA ദ്രോഹിച്ചതിനെ കുറിച്ചൊക്കെ ആംനസ്റ്റിയുടെ റിപ്പോർട്ട് വരെ പുറത്തുണ്ട്. ആംനസ്റ്റി ഇപ്പം പിരിച്ചുവിട്ടു. പിരിച്ചുവിടുന്നതിന് മുമ്പ് അതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനോട് പറയുന്നത് മറ്റൊന്നാണ്, CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ടാർഗറ്റ് നിങ്ങൾ സംസാരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും കൃത്യമായ രീതിയിലും പാലിച്ചുകൊള്ള എന്നുള്ള ഉറപ്പിൽ ഇരിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ്. അതിന് അദ്ദേഹത്തിന് CPM-ന് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് എന്ന് പറയുന്നു. വ്യക്തമായ നിലപാട് അറിയാൻ കേരളം കാത്തിരിക്കുകയും ചെയ്യുകയാണ്. നന്ദി റജി ലൂക്കോസ്, നൌഷാദ് അലി, റെന്നി ആലൻ, റെയ്ഹാൻ അത്തി ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പങ്കുവച്ചതിന്.